ബിജെപിയിൽ നിന്നും സിപിഎമ്മിലെത്തിയ എ ജി ഉണ്ണികൃഷ്ണൻ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. സിപിഎമ്മിലെ അവഗണനയും ചില നേതാക്കളുടെ ഏകാധിപത്യ പ്രവണതയുമാണ് രാജിക്ക് കാരണമെന്ന് എ ജി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സ്ഥാനങ്ങൾ ലഭിക്കാത്തത് കൊണ്ടല്ല തന്റെ രാജിയെന്നും ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുന്നു. ബിജെപി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് 10 വർഷം മുമ്പ് 800ഓളം പ്രവർത്തകരുമായി സിപിഎമ്മിൽ അദ്ദേഹം എത്തിയത്. CPIM-ൽ നിന്നും രാജിവെച്ച എ ജി ഉണ്ണികൃഷ്ണനാണ് നമ്മോടൊപ്പം ചേരുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം മുമ്പ് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ആണ് പിന്നീട് CPM-ലെത്തുന്നത്. 10 വർഷക്കാലം CPM-ന്റെ സജീവ പ്രവർത്തനാണ്. എന്തുകൊണ്ടാണ് ഈ രാജി? 2016 CPM-ന്റെ ഭാഗമായത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്ത യോഗത്തിൽ വെച്ചാണ് ഞങ്ങൾ CPM-ന്റെ ഭാഗമായത്. എന്നോടൊപ്പം ഏതാണ്ട് 863 പ്രവർത്തകരാണ് എന്നോടൊപ്പം CPM-ൽ അത് പങ്കാളിയായത്. അങ്ങനെ 10 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ ഈ 10 വർഷത്തെ പ്രവർത്തനം കൊണ്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകത, CPM-ന്റെ ഭാഗമായ പ്രവർത്തകന്മാര്, ഒട്ടുമുക്ക പ്രവർത്തകന്മാരും തിരിച്ച് മറ്റ് സംഘടനയിൽ പോകേണ്ട സ്ഥിതി ഉണ്ടായി. കാരണം CPM-ന്റെ ഭാഗമായ പ്രവർത്തകന്മാരെ അവരെ ചേർത്ത് നിർത്തി ഈ CPM-ന്റെ പ്രവർത്തനത്തെ ഭാഗമാക്കി മാറ്റുന്നതിന് CPM പരാജയപ്പെട്ടു എന്ന് പറയാതിരിക്കുന്ന നിർവാഹമില്ല. ആയിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ CPM-ന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ഈ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അധികാര സ്ഥാനമോ അങ്ങനെയുള്ള ഭ്രമം കൊണ്ടൊന്നും CPM ഒന്നും ആളൊന്നുമല്ല. പക്ഷേ നമ്മളൊരു സംഘടനാ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ആ പ്രവർത്തനത്തിൽ നമ്മളെ കൂടി ചേർത്ത് നിർത്തി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ചില CPM നേതാക്കൾ പരാജയപ്പെട്ടു എന്ന് പറയാതിരിക്കുന്ന നിർവാഹമില്ല. പ്രത്യേകിച്ച് ഓമല്ലൂരിനെ സംബന്ധിച്ച് ഞാൻ ഓമല്ലൂരാണ് അധിവസിക്കുന്നത്. ഓമല്ലൂരിലെ പൊതുരംഗത്ത് എൻ്റെ ബാല്യം മുതൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷെ ഇവിടുത്തെ CPM-ന്റെ തലതൊട്ടപ്പനായി പ്രവർത്തിക്കുന്ന ശ്രീ ശങ്കരനാണ്. ശ്രീ ശങ്കരനെ സംബന്ധിച്ചുള്ളതും അദ്ദേഹം ഒരു മനുഷ്യനെ പോലും പ്രവർത്തനത്തിൽ ചേർത്ത് നിർത്തുകയോ പങ്കാളിയാക്കുവാനോ താല്പര്യമില്ല. ഒരു തൻപ്രമാണിത്തം. ആ തൻപ്രമാണിത്വ നിമിത്തം CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പറായിട്ട് എടുത്തിട്ട് പോലും പ്രവർത്തിക്കാൻ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അതിൽ നിന്ന് ഞാൻ ഒഴിയുകയാണ് ചെയ്തത്. പാർട്ടി അറിയിക്കുന്ന ഒരു പരിഗണന തന്നില്ലേ? സ്ഥാനമാനങ്ങളൊക്കെ തന്നില്ലേ? ഇത് അത്തരമുള്ള കാര്യങ്ങൾ ഉണ്ട്, അതിനകത്ത് വല്ല അതൃപ്തി വല്ലതും ഉണ്ടോ? അങ്ങനെ കിട്ടാത്തതിന് വല്ലതും? പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനമാനം കിട്ടാത്തതിൽ യാതൊരു അതൃപ്തിയില്ല. എന്തെങ്കിലും അധികാര സ്ഥാനത്ത് ഞാൻ ചോദിക്കുന്നത്, പാർട്ടി ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കാതിരുന്നിട്ടുണ്ടോ? ഒന്നുമില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എനിക്കില്ല. ഏതെങ്കിലും സ്ഥാനമാനം കിട്ടിയില്ലെന്നോ അല്ലെ അധികാര സ്ഥാനം കിട്ടിയില്ലെന്നോ കിട്ടിയത് കുറഞ്ഞു പോയെന്നോ അങ്ങനെയുള്ള യാതൊരു ആക്ഷേപമില്ല. പക്ഷെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കഴിവ് വിനിയോഗിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.